ഇന്ത്യയുടെ അതിർത്തിയിലെ സുരക്ഷയും ഒഴിഞ്ഞ കുപ്പികളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അതെന്താണ് അങ്ങനെ ഒരു ചോദ്യം? അതെ, അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്ന കാര്യം. അതെന്താണ് എന്നുള്ളതല്ലേ, അതിലേക്ക് വരാം. വല്ലഭന പുല്ലുമായുധം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത്തരത്തിൽ തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓരോ കാര്യങ്ങളും അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കും. കഴിവുള്ളവന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അത് അവൻ യൂസ്ഫുൾ ആക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒഴിഞ്ഞ കുപ്പിയൊക്കെ വെച്ചിട്ട് ഇന്ത്യ എന്ത് ചെയ്യാനാണ്, സൈന്യം എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കാൻ വരട്ടെ. കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യ പാക് അതിർത്തിയിലൂടെയുള്ള നുഴഞ്ഞു കയറ്റം, അത് വലിയ രീതിയിൽ ഇന്ത്യൻ സൈന്യവും സുരക്ഷാ സേനയും ഒക്കെ അതിനെതിരെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ കാണുന്നത് അതിർത്തിയിലുള്ള ഇന്ത്യ പാക് അതിർത്തിയിലുള്ള വേലികളെല്ലാം ആയിരക്കണക്കിന് ഒഴിഞ്ഞ കുപ്പികൾ, ചില്ലുകുപ്പികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് എല്ലാവരും ചോദിക്കുന്നത്, അയ്യടെ ഈ അതിർത്തിയിൽ എന്തിനാണ് ഇത്തരത്തിലൊരു ഒഴിഞ്ഞ കുപ്പിയുടെ നീണ്ട നിര ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ കുപ്പികളൊക്കെ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നു, അങ്ങനെയുള്ള കാറ്റിൽ മുഴങ്ങുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഈ ചിത്രങ്ങൾ വരുന്നത് ഗ്രാമപ്രദേശങ്ങളും കാർഷിക മേഖലകളും ഒക്കെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും സെൻസിറ്റീവും സൈന്യം വിന്യസിച്ചിരിക്കുന്നതുമായിട്ടുള്ള അതിർത്തികളിൽ ഒന്നിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒഴിഞ്ഞ കുപ്പികളുടെ നീണ്ട നിര വന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്? ഇതിൽ ഒരു മാധ്യമത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ഒഴിഞ്ഞ കുപ്പികൾ തൂക്കിയിടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവ ഒരു അലേർട്ട് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് കാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുമുള്ള ഒരു ചലനമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്കറിയാമല്ലോ, ഒഴിഞ്ഞ കുപ്പികൾ ഇങ്ങനെ നീണ്ട നിരയായിട്ട് തൂക്കിയിട്ടിരിക്കുക. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം ഒരു അലേർട്ട് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അത് സംശയാസ്പദമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അതിനൊരു പ്രതികരണമായിട്ട് മാറുന്നു. അപ്പോൾ അവർ പരസ്പരം മുട്ടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അത് നമുക്കറിയാം. അപ്പോൾ ഇതിനകം തന്നെ തയ്യാറായി കഴിഞ്ഞിട്ടുള്ള സൈനികരെ അറിയിക്കാനായിട്ട് സജ്ജമാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ജമ്മുവിലെയും പഞ്ചാബിലെയും ഒക്കെ ഈ അതിർത്തി പ്രദേശങ്ങളിലാണ് ഈ കുപ്പികൾ കൂടുതലും തൂങ്ങിക്കിടക്കുന്നത്. അവിടെയൊക്കെ നുഴഞ്ഞുകയറ്റം വളരെ അധികം കൂടുതലാണ്. എത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ടോ അതിനെ വെല്ലുന്ന തരത്തിലാണ് ഈ ഭീകരന്മാരൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് വന്നു കയറാനായിട്ട് പല വഴികളും നോക്കുന്നത്. ഇതിന്റെ ഭൂരിഭാഗവും പരാജയപ്പെടുത്തുകയാണ് നമ്മുടെ അതിർത്തി രക്ഷാ സേനയും ഒക്കെ അടക്കം ചേർന്നുകൊണ്ട്. ഇത്തരത്തിലുള്ള ചില ഭാഗങ്ങളിലൊക്കെ ഈ പറയുന്ന ഈ ഒഴിഞ്ഞ കുപ്പികൾ തൂക്കിയിടുന്നത് വളരെ പോസിറ്റീവായിട്ട്, അതായത് വളരെ ഒരു അലേർട്ട് സിസ്റ്റമായിട്ട് തന്നെ വരുന്നു. ഇത്തരത്തിൽ ഇവരെന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നീക്കം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കുപ്പികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അത് അറിയാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത് വലിയ കാര്യമാണോ, ഇങ്ങനെയാണോ ഒരു അതിർത്തിയൊക്കെ സംരക്ഷിക്കേണ്ടത് എന്നുള്ള ചോദ്യമൊക്കെ പലരും നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇങ്ങനെ കുപ്പി തൂക്കിയിടുക മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്. ഈ കുപ്പി തൂക്കിയിട്ടിരിക്കുന്നിടത്ത് ഒരു കമ്പി വേലി മുറിച്ചു കടക്കാനോ അല്ലെങ്കിൽ ആ വേലിക്ക് മുകളിലൂടെയൊക്കെ കയറാനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമം ഉണ്ടെങ്കിൽ അവയിൽ ഘടിപ്പിച്ചിട്ടുള്ള വയറുകൾ വൈബ്രേറ്റ് ചെയ്യും. ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ കുപ്പികൾ വലിയ രീതിയിലുള്ള ശബ്ദമാണ് ഉണ്ടാക്കുന്നത്. കൂട്ടമായി തൂങ്ങിക്കിടക്കുകയല്ലേ, അപ്പോൾ വലിയ രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ അത് സമീപത്ത് നിലയുറപ്പിച്ചിട്ടുള്ള സുരക്ഷാ സേന, അതായത് BSFന്റെ ഒക്കെ ഉദ്യോഗസ്ഥരെ അറിയുന്നതിന് കാരണമായി മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിനെ നമ്മൾ നെറ്റി ചുളിച്ച് നോക്കാൻ വരട്ടെ. ഈ വിദൂരമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളുണ്ടല്ലോ, ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഈ കുപ്പികൾ വളരെ ഫലപ്രദമാണ് എന്നാണ് പറയുന്നത്. അതായത് വൈദ്യുതി ഇല്ലാത്ത, ഈ അതിർത്തിയോട് ചേർന്ന് വരുമ്പോൾ വൈദ്യുതി ഇല്ലാത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ വൈദ്യുതി എത്തിക്കാൻ സാധിക്കാത്ത നൂതന സെൻസറുകളൊക്കെ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ആ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇത് വളരെ പ്രയോജനപ്രദമാണ് എന്നാണ് പറയുന്നത്. ഇനി ഒഴിഞ്ഞ കുപ്പികൾ എന്താണ്, ഗ്ലാസ് കുപ്പികൾ മാത്രം എന്തിനാണ് തൂക്കിയിടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒഴിഞ്ഞ ഗ്ലാസ് കുപ്പികൾക്കൊക്കെ എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങളാണ്. മാത്രമല്ല വില കുറവാണ്.
ലോഹ കുപ്പികളെക്കാൾ കൂടുതൽ നേരം ഒച്ചത്തിലുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതിനാണ് സാധിക്കുക. കൂടാതെ ഈ കുപ്പികൾക്ക് ഇലക്ട്രോണിക് സംവിധാനമോ വൈദ്യുതിയോ അറ്റകുറ്റപ്പണികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവ വയറുകളിലൊക്കെ പ്ലഗ് ചെയ്ത് ഘടിപ്പിച്ചിട്ടാണ് ഇത് അതിർത്തിയിൽ ഒട്ടാകമാനം ഇത് ചേർത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനെ പുച്ഛിച്ച് തള്ളുമ്പോഴും ഇതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. നമുക്ക് എത്തപ്പെടാൻ കഴിയാത്ത അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കാത്ത, അവിടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഏത് തരത്തിലും ഒരു ചെറിയ സംവിധാനമാണ് എന്നുള്ളത് കൊണ്ട് നെറ്റി ചുളിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വലിയ രീതിയിലുള്ള ഒരു അലേർട്ട് സംവിധാനമായിട്ട് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആപ്ലിക്കബിൾ ആണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇത് വളരെ വിചിത്രമായിട്ട് വളരെ രസകരമായി തോന്നിയ ഒരു കാര്യമാണ്. ഇത് കണ്ടപ്പോൾ നിങ്ങളോട് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അലർട്ട് സംവിധാനങ്ങളുമൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്തിനേയും ഏത് മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളുടെ മികവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ വലിച്ചെറിയുന്ന പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പലരും ഉണ്ടാക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ വളരെ വിലക്കുറവിൽ അല്ലെങ്കിൽ എപ്പോഴും കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലൊരു സുരക്ഷാ സംവിധാനം അവിടെ ഉറപ്പിക്കുന്നുണ്ട്. അതിലൂടെ വൈബ്രേഷനൊക്കെ കടന്നു പോകും വലിയൊരു രീതിയിലുള്ള ഒരു അലർട്ട് സിസ്റ്റമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും അത് ഉപയോഗപ്പെടുത്താവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ വൈദ്യുതി എത്താത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴും ചിലർക്ക് ഇതൊന്നും എത്താത്ത ഇടങ്ങളാണോ എന്നുള്ള ചിന്തകളുണ്ട്. അപ്പം നോക്കൂ, ഈ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഈ സാങ്കേതിക വിദ്യ വളരെ കാര്യമായിട്ട് വിന്യസിക്കപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ ഈ മരുഭൂമികൾ, ഗുജറാത്തിലെ ചതുപ്പ് നിലങ്ങൾ, പഞ്ചാബിലെ സമതലങ്ങൾ, ജമ്മു കാശ്മീരിലെ പർവ്വത പ്രദേശങ്ങൾ, അപ്പോൾ എന്നിവിടങ്ങളിലെല്ലാം ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇത്തരം ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ എത്തിക്കുമ്പോഴേക്കും നമുക്ക് അതൊരു വലിയ രീതിയിലുള്ള പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഭാഗങ്ങളിലേക്കാണ് ഇത്തരത്തിലുള്ള ഒഴിഞ്ഞ കുപ്പികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സേനയുടെ മറ്റൊരു ബുദ്ധിപരമായ നീക്കത്തെ കൂടി നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ വിന്യസിച്ചിട്ടുണ്ട്. അതിലൂടെ ഘടിപ്പിച്ചിട്ടുള്ള വയറുകളുണ്ട്. അത് വൈബ്രേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടമായിട്ട് ഇത് അനങ്ങുമ്പോഴുണ്ടാകുന്ന ശബ്ദം അത് ഏതൊരു രീതിയിൽ നിൽക്കുന്ന മനുഷ്യനെയായാലും നമ്മൾ അലേർട്ട് ആക്കുന്ന ഒരു സംവിധാനമായിട്ട് അതിനെ മാറ്റാനായിട്ട് സാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വല്ലഭന് പുല്ലുമായുധം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പല കാര്യങ്ങളും. അപ്പോൾ അതിനെ ഇത്ര രസകരമായിട്ടുള്ള ചില കാര്യങ്ങളും ഒക്കെ രസകരമാണ്, കൗതുകമാണ് എന്നൊക്കെ പറയുമ്പോഴും അത് ഒരു അതിർത്തിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രയോഗിക്കുമ്പോൾ അതൊരു അലേർട്ട് സിസ്റ്റമായി മാറുന്നുണ്ട്. അതൊരു സുരക്ഷയുടെ ഭാഗമായിട്ടൊക്കെ മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സഹകരണത്തിനും നന്ദി പറയുകയാണ്. ഒപ്പം ഈ സഹകരണം ഞങ്ങൾക്ക് ഇനിയും ആവശ്യമാണ്. അതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വാർത്തകൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ അതിലൊക്കെ രേഖപ്പെടുത്തുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.